ശ്രീ ഫസലുർ റഹ്മാൻ, ഇവിടെ നോക്കൂ, വയനാട് ലീഗിന് താല്പര്യമുള്ള ഒരു സീറ്റാണ്. സിറ്റിംഗ് സീറ്റ് ആണെങ്കിൽ പോലും അവിടെ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി വരുന്നില്ല എന്ന് വെച്ചാൽ ലീഗിന് ആ സീറ്റ് നൽകിക്കൊണ്ട് ഈ പ്രശ്നം വളരെ ഫലപ്രദമായി നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. വളരെ നിസാരമായി പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ്. പക്ഷേ രാഹുൽ വരുമോ ഇല്ലയോ, ഇവിടെ മറ്റ് പാർട്ടികളിൽ സീറ്റുകൾ സംബന്ധിച്ച് മത്സരിക്കുന്നത് ആരാണ് എന്നത് സംബന്ധിച്ച് ധാരണയായിട്ടുണ്ടെങ്കിൽ പോലും ആരൊക്കെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു ധാരണയും ഇപ്പോൾ കോൺഗ്രസിന് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കെ മുരളീധരൻ പറയുന്നത് രാഹുൽ തന്നെ മത്സരിക്കുമെന്ന്. ഊഹാപോഹങ്ങൾക്ക് മറുപടി പറയാനില്ല എന്നാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളും വെച്ച് താമസിപ്പിക്കുന്നു, മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിലാക്കുന്നു, മുന്നണിയെ ആകെ കുഴപ്പത്തിലാക്കുന്നു. വ്യക്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് വേണ്ട സ്ഥാനാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊരു അഭിപ്രായം പറയേണ്ട ആൾ ഞാനല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. നമ്മളിപ്പോൾ നടക്കുന്ന സമരാഗ്നിയിലാണെങ്കിലും അല്ലെങ്കിൽ ഓരോ മണ്ഡലങ്ങളിൽ നടക്കുന്ന പ്രചരണ യോഗങ്ങളിലെല്ലാം നമുക്കത് വിസിബിളായിട്ട് കാണാൻ പറ്റും. നമ്മൾ കൂടുതൽ എന്താ പറയുക, ഒരു ചർച്ച കഴിഞ്ഞ് അന്തിമ പട്ടിക വരുന്നതിന് മുമ്പ് നമ്മൾ അതിൽ പറയുന്നതിൽ ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതിന് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത്, കഴിഞ്ഞ 7 പതിറ്റാണ്ടായിട്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നല്ല രാഷ്ട്രീയ ബോധത്തോടെ ആ ആനുകാലികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു പോരുന്നൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിൽ ആർക്കും ഒരു തർക്കവുമില്ല. എല്ലാ തിരഞ്ഞെടുപ്പിനും അതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ചർച്ചകൾ ഉണ്ടാവാറുണ്ട്, ഓരോരോ ഡിമാൻഡ്സ് ഉണ്ടാവാറുണ്ട്. അതൊക്കെ രമ്യമായി പരിഹരിച്ചു പോന്നിട്ടുമുണ്ട്. ആ പരിഹരിക്കാനുള്ള ഒരു ദിവസം അതിപ്പോൾ നാളെ മുതൽ അതിൻ്റെ ചർച്ചകൾ തുടങ്ങുകയാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ അറിയാൻ പറ്റും. ഒരു കാര്യം കൂടി ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. നേരത്തെ മുൻപത്തെ ആ ഒരു പ്രാതിനിധ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ 1ാം UPA മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ അഹമ്മദ് സാഹിബ്, അദ്ദേഹമാണ് മുസ്ലിം ലീഗിൽ നിന്ന് MP ആയ ഏക വ്യക്തി. ഏകാംഗമുള്ള ഒരുപാട് ഘടകകക്ഷികളുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം മറ്റു പല ഘടകകക്ഷികൾക്കും കൊടുക്കാത്തൊരു പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അഹമ്മദ് സാഹിബിനെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചരിത്രവും നമുക്കുണ്ട്. അത് മുസ്ലിം ലീഗിനെ കേരളത്തിൽ നിന്നല്ല, ദേശീയ തലത്തിൽ തന്നെ ഒരുപാട് ഉയർത്തിപ്പിടിച്ച് കൊണ്ടുള്ള ഒരു തീരുമാനമായിരുന്നു അത്. അപ്പോൾ അന്ന് അങ്ങനെ എടുത്ത തീരുമാനങ്ങളൊക്കെ നമ്മൾ ഇന്ന് അതിനൊക്കെ ഒരു നല്ല രീതിയിൽ നോക്കി കാണേണ്ടി വരും. അത് നമ്മൾ മറന്നു പോയി കൂടാന്നും കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടൊരു അജണ്ട ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഏറ്റവും ആദ്യം പ്രതികരിക്കുന്നത് ഇടതുമുന്നണിയിലെ നേതാക്കന്മാരാണ്. അപ്പോൾ അതെന്തിനു വേണ്ടിയാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കി ആർക്ക് ഗുണം കിട്ടിയാലും കോൺഗ്രസിന് ഗുണമുണ്ടാവരുത് എന്നുള്ളൊരു ഒറ്റ ചിന്തയുടെ മേലിൽ ഇടതുപക്ഷ മുന്നണി അവരുടെ നേതാക്കന്മാരും ഒരു സീരീസ് ആയിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇങ്ങനെ ലീഗുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചർച്ചകൾ വന്നു കഴിഞ്ഞാലും അപ്പം തന്നെ പ്രതികരിക്കുന്നൊരു പ്രവണത കാണുന്നുണ്ട്. അതിന് വളരെ വ്യക്തമായിട്ട് തന്നെ ഇപ്പോൾ ഹൈദരാലി തങ്ങൾ ഇതിൽ മറുപടി പറയുന്നു, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതേ ഹൈദരാലി തങ്ങൾ തന്നെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പൊതുസമ്മേളനത്തിൽ ഇടതുമുന്നണിക്കെതിരെ വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. അങ്ങനെ മുസ്ലിം ലീഗും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം എന്ത് പ്രശ്നത്തിന്റെ പേരിലാണെങ്കിലും അത് വിയോജിച്ചു പോവില്ല, അത് മുന്നോട്ട് പോകുന്നു വളരെ വ്യക്തമായിട്ട് പൊതുജനമധ്യത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു ചർച്ച ഒരു അനാവശ്യമായി പോകും. ഇപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു ചർച്ചയ്ക്ക് ഇങ്ങനൊരു വിഷയത്തിൽ ചർച്ച നടത്തിയത് തന്നെ വളരെ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ താങ്കൾ പറയുന്ന ഈ കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ ഈ